പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഇത് രാവിലെ എണീറ്റാണ് കേട്ടോ അമ്പലത്തിൽ പോകാനായിട്ട്. ഇന്ന് ഏറ്റവും അമ്പലത്തിൽ പോവാം. അപ്പോൾ ഇതുപോലെ തന്നെ എൻ്റെ ഒച്ച ഇങ്ങനെ ഇരിക്കുന്നത് രാവിലെ എണീറ്റുകൊണ്ട് വോയിസ് ഓവർ കൊടുക്കുന്നതുകൊണ്ടാണ്. ഇതിൽ ഈ പുറത്തൂടെ എല്ലാം വണ്ടി പോകും ചിലപ്പം, അതുകൊണ്ട് ഞാൻ രാവിലെ കൊടുക്കുകയാണ്. അപ്പം അജ്ജു ഇങ്ങനെ മുണ്ടൊക്കെ ഉടുത്തിട്ട് അപ്പോൾ വണ്ടി നമ്മുടെ തറവാട്ടിൽ കിടക്കുക, അവിടെ നിന്ന് എടുക്കാനായിട്ട് പോവുകയാണ്. അജ്ജുവിന് അമ്പലത്തിൽ പോകുമ്പോൾ മുണ്ടൊക്കെ എടുക്കണമെന്ന് പറഞ്ഞ് അങ്ങനെ പോവുകയാണ്. അപ്പം ഞാൻ പറഞ്ഞു ഡ്രൈവ് ചെയ്യേണ്ടതുമാണ്, നോക്ക് എന്ന് പറഞ്ഞു. അങ്ങനെ കുഴപ്പമൊന്നുമില്ല, അത് ഡ്രൈവ് ചെയ്ത് ഞങ്ങൾ ഏറ്റുമാനൂരെത്തി. ഏറ്റുമാനൂർ ഞങ്ങൾ കൊച്ചിലെയൊക്കെ ഞങ്ങൾ അവിടെയായിരുന്നു. എൻ്റെ കല്യാണ സമയത്തൊക്കെ നമ്മൾ ഏറ്റുമാനൂരായിരുന്നു. ഏറ്റുമാനൂരിൻ്റെ അടുത്തുള്ള ഒരു അമ്പലത്തിൽ വെച്ചായിരുന്നു എൻ്റെ കല്യാണമൊക്കെ. അപ്പോൾ ഏറ്റുമാനൂർ അമ്പലത്തിൽ നമ്മളെപ്പോൾ വന്നാലും പോവും. മിനിമം ഒരു പ്രാവശ്യമെങ്കിലും പോവും, അല്ലെങ്കിൽ ചിലപ്പം 2-3 പ്രാവശ്യമൊക്കെ പോവും. അങ്ങനെയാണ് ഏറ്റുമാനൂരുമായിട്ട് നമുക്ക് ഭയങ്കര എപ്പോഴും ഏറ്റുമാനൂരപ്പനാണ് അങ്ങനെയാണ് നമ്മുടെ ഒരു വിശ്വാസം കേട്ടോ. അങ്ങനെ ഞങ്ങൾ ഏറ്റുമാനൂർ അമ്പലത്തിലൊക്കെ തൊഴുത്. എനിക്ക് പ്രദക്ഷിണം ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. പണ്ടൊക്കെ ഞങ്ങൾ എൻ്റെ ഫ്രണ്ട്സും കസിൻസും ഞങ്ങളൊക്കെ കൂടെ 12 പ്രദക്ഷിണം അങ്ങനെയൊക്കെ വെക്കുമായിരുന്നു. അപ്പോൾ ഞങ്ങൾ സ്കൂളിൽ പോകുന്ന വഴിക്ക് ഏറ്റുമാനൂർ അമ്പലത്തിൽ കൂടെ കയറി അവിടെ തൊഴുതിട്ട് പെട്ടെന്ന് സ്കൂളിലോട്ട് പോകും. അങ്ങനെയായിരുന്നു കേട്ടോ, അങ്ങനെയായിരുന്നു. അപ്പോൾ ഞങ്ങൾ എല്ലാവരും കൂടെ പോകുന്നതൊക്കെ. അപ്പോൾ അങ്ങനെ അമ്പലത്തിലൊക്കെ തൊഴുതിട്ട് തിരിച്ച് വന്നപ്പോൾ നമ്മുടെ മീനെടുത്ത അമ്പലത്തിലും കൂടെ കയറിയിട്ടാണ് കേട്ടോ വീട്ടിലോട്ട് വന്നത്. അപ്പോൾ വീട്ടിൽ വന്നു കഴിഞ്ഞപ്പം ഇങ്ങനെ അമ്മ പിന്നെ ക്ലീനിങ് തുടങ്ങുമല്ലോ. നമുക്കൊരു ചേച്ചിയും കൂടെ ഉണ്ട്. അപ്പോൾ അമ്മ ഇങ്ങനെ ക്ലീനിങ് ഒക്കെ ചെയ്തിട്ട് ഞങ്ങളപ്പോൾ പറഞ്ഞു മീനൊന്നുമില്ല, മീൻ വാങ്ങിക്കാനായിട്ട് പോകാമെന്ന് പറഞ്ഞു. അപ്പം മീൻ വാങ്ങിക്കാനായിട്ട് പോയി. പക്ഷെ അത് ഞാൻ വീഡിയോ എടുത്തിട്ടില്ല അല്ലേ. അപ്പോൾ എന്തൊക്കെയാണ് അമ്മ ഉണ്ടാക്കിയിരിക്കുന്നതെന്ന് വെച്ചാൽ ഇന്നലത്തെയാണ് കേട്ടോ കടച്ചക്ക തീയൽ, പിന്നെ മോര്. അപ്പോൾ ഇന്ന് വലിയ കാര്യമായിട്ട് കുക്കിംഗ് ഒന്നും ഇല്ലായിരുന്നു. അമ്പലത്തിലൊക്കെ പോയിട്ട് വന്നാലും ചീരത്തോരൻ, പിന്നെ നമ്മുടെ അജ്ജു ഉള്ള കാരണം വെള്ളച്ചോറ് വേണം, ചിക്കൻ കറി, ഇത്ര ഉള്ളായിരുന്നു കേട്ടോ. അപ്പോൾ ഇതൊക്കെ കൂട്ടി ഞാൻ ചോറുണ്ടാകുന്ന വെച്ചാൽ. അപ്പോൾ മീനില്ലെങ്കിൽ, എനിക്ക് നാട്ടിൽ വന്ന മീനില്ലെങ്കിൽ ഭയങ്കര വിഷമമാണ് കേട്ടോ, മീനില്ല. അപ്പോൾ നാളെ പോയി മീൻ വാങ്ങിക്കാം എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ അജ്ജു ആയതുകൊണ്ട് ഇങ്ങോട്ട് വന്ന വഴിക്ക് നമ്മൾ നിർത്തിയില്ല, നേരെ ഇങ്ങ് പോകുന്നത്. അപ്പം ഞാൻ എന്നും ഓരോ കരിക്ക് കുടിക്കാനായിട്ട് ഇരിക്കും കേട്ടോ. കരിക്ക് വാങ്ങിച്ച് വെച്ചിട്ടുണ്ട്, എന്നും ഓരോന്ന് കുടിക്കുന്നു. അപ്പം എനിക്കത് ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ എങ്ങനെയാണെന്ന് വെച്ചാൽ അവിടെ ചെയ്യാൻ പറ്റത്തില്ലാത്ത സംഗതികളില്ലേ, അവിടെ നമ്മൾ കരിക്കുമൊന്നും അങ്ങനെ കുടിക്കത്തില്ല, ഇതുപോലെ മധുരമൊന്നും കിട്ടത്തില്ല. അപ്പോൾ അവിടെ കഴിക്കാൻ പറ്റത്തില്ലാത്ത ഫ്രൂട്ട്സ്, ഇങ്ങനെ കരിക്കും വെള്ളം, പിന്നെ നമ്മുടെ ബേക്കറി, ഏത്തയ്ക്കാപ്പം, ഉഴുന്നുവട, അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഇവിടെ വരുമ്പോൾ ഞാൻ നന്നായിട്ട് കഴിക്കും കേട്ടോ. അതുകൊണ്ട് തന്നെയാണ് എൻ്റെ തടി ഇങ്ങനെ കൂടുന്നത്. അപ്പോൾ ഇപ്പം തന്നെ ഞാൻ 2 കിലോയോളം കൂടിയിട്ടുണ്ട്. പിന്നെ നടക്കുന്നുണ്ടെങ്കിലും അതൊന്നും ഒരു കാര്യമായിട്ട് എടുക്കുന്നില്ല. അപ്പോൾ ഇന്നത്തെ നമ്മൾ ഇച്ചിരി കാലറിയൊക്കെ നോക്കാമെന്ന് വെച്ചിട്ടായിരുന്നു കേട്ടോ. ഇന്ന് ഞാൻ കുറച്ച് ചീരത്തോരനും ചോറും ഒരേ അളവിൽ ഏകദേശം എടുത്തിരിക്കുന്നത്. പിന്നെ ചിക്കൻ കറിയുടെ 2 പീസ് മതി എന്ന് ഞാൻ അമ്മയോട് പറഞ്ഞു. എനിക്ക് നല്ല എല്ലുള്ള പീസാണ് കേട്ടോ ഇഷ്ടം. അങ്ങനെ ചിക്കൻ കറിയുടെ 2 പീസും. ഇത് ചോറെന്ന് പറയുന്ന ഒരു വലിയ തവിയും ഒരു ചെറിയ തവിയുടെ പകുതിയും കൂടെയാണ് കേട്ടോ. അല്ലെങ്കിൽ ഞാൻ അവിടെയാണ് ഒറ്റ തവിയെ കഴിക്കത്തുള്ളൂ. ഇവിടെ ആകുമ്പം എനിക്ക് നാട്ടിലെ ചോറും നാട്ടിലെ കൂട്ടാനൊക്കെ ഇഷ്ടമായിട്ട് 1.5 തവി കഴിക്കും. പിന്നെ ഞാൻ ഓർക്കും അവിടെ ചെന്നിട്ട് നമുക്ക് വർക്കൗട്ട് ചെയ്ത് കുറയ്ക്കാമല്ലോ, അത്രയും അങ്ങ് പിടിച്ച് കഴിക്കണ്ടല്ലോ, ഇഷ്ടമുള്ളതൊക്കെ കുറച്ച് കഴിക്കാമല്ലോ എന്ന് വെച്ചിട്ട് എടുക്കുവാണ്. അപ്പം എല്ലുള്ള 2 ചിക്കൻ കറിയുടെ കഷ്ണവും. ഇത് നമ്മുടെ കറക്റ്റാണ് കേട്ടോ. പിന്നെ നമുക്ക് മോര് വേണമെങ്കിൽ ഒഴിക്കാം, പക്ഷേ ഞാൻ മോര് ഒഴിച്ചിട്ടില്ല. അമ്മയുടെ കടച്ചക്ക തീയിൽ കുറച്ച് അതും കൂടെ കൂട്ടാമെന്ന് വെച്ചു. അങ്ങനെ കറി കൂടുതലും ചോറ് കുറച്ചുമായിട്ടുള്ള കറക്റ്റ്. ഇതിൻ്റെ കാലറി കൗണ്ടൊന്നും എനിക്കറിയത്തില്ല, പക്ഷേ എന്നാലും നമുക്ക് എടുക്കുന്ന വെച്ച് നോക്കുമ്പോൾ നമ്മുടെ 1500 കാലറിയിൽ ഒതുങ്ങുന്നതാണ് കേട്ടോ. വൈകുന്നേരം ഞങ്ങൾ നടക്കാൻ ഇറങ്ങിയിട്ട് വന്നപ്പോൾ ഭയങ്കര മഴ. അപ്പോൾ ഞങ്ങൾ അവിടെ ഒരു സ്ഥലത്ത് ഇങ്ങനെ കയറി നിന്നപ്പോൾ ഭയങ്കര മഴയെന്ന് വെച്ചാൽ ഭയങ്കര മഴ, ഒരു രക്ഷയില്ലാത്ത മഴ. അങ്ങനെ ഞങ്ങൾ അവിടെ കുറച്ച് നേരം നിന്നിട്ട് തിരിച്ചു വന്നു. പിറ്റേ ദിവസം രാവിലെ ഞാൻ പറഞ്ഞത് മീനൊന്നും ഇല്ലയെന്ന്. അപ്പോൾ ഞാൻ അജ്ജുവിനെയും കൊണ്ട്, ഞങ്ങൾ പണ്ട് വന്നായിരുന്നല്ലോ, പണ്ടല്ലേ ഈ പ്രാവശ്യം വന്നപ്പോൾ ഒരു പ്രാവശ്യം കൂടെ വന്നാൽ പാമ്പാടിയിൽ വന്നു. പാമ്പാടിയിൽ ഒന്നൊന്ന് ക്രോസ് ചെയ്യണമെങ്കിൽ എന്തൊരു ടേണിംഗ് പോയിൻ്റ് അടുത്താണ്. ഒരു ഫിഷറീസിൻ്റെ ഹബ്ബും ഉണ്ട്, അതുപോലെ തന്നെ ഒരു സൂപ്പർ മാർക്കറ്റും ഉണ്ട്. അവർ രണ്ടും കൂടെ ഒരുമിച്ച്. അപ്പോൾ അവിടെ കയറി സൂപ്പർ മാർക്കറ്റിൽ കുറച്ച് സാധനം വാങ്ങിക്കാനുണ്ട്. പിന്നെ മീൻ വാങ്ങിക്കുക. എനിക്ക് ചെറിയ മീനുകളാണ് കേട്ടോ കൂടുതൽ ഇഷ്ടം. നമ്മുടെ മത്തി, അയല, കിളി, വലിയ മീൻ അവിടെയും കിട്ടുമല്ലോ. പിന്നെ ചെമ്മീൻ വേണമെങ്കിൽ, ചെമ്മീൻ എൻ്റെ വയറൊന്ന് അഴുക്കായത് കാരണം ഞാൻ പിന്നെ ചെമ്മീൻ വാങ്ങിച്ചില്ല. പ്രോൺസ് കഴിച്ചിട്ടാണല്ലോ ഞാൻ 2 ദിവസം കിടന്നു പോയത്. അപ്പോൾ അജ്ജുവിന് അങ്ങനെ ഫിഷൊന്നും ഇഷ്ടമല്ല, അജ്ജുവിന് ചിക്കനാണ് ഇഷ്ടം. ഫിഷൊന്നും അത്ര, ഫിഷ് ഫ്രൈ ആണെങ്കിൽ ഇച്ചിരി കഴിക്കുന്നുള്ളൂ. അങ്ങനെ ഞാനിവിടെ വന്നിട്ട് കിളിമീനും മത്തിയും അയലയും പിന്നെ വേറെ എന്തോ ഒരു മീനും കൂടെ വാങ്ങിച്ചത് ഞാൻ ഓർക്കുന്നില്ല. നെത്തോലി, നമ്മുടെ ചെറിയ നെത്തോലി, അത് പീര വയ്ക്കാനും ചെറുതായിട്ട് വറക്കാനും ഒക്കെ ഇഷ്ടമായിട്ട് അതും വാങ്ങിച്ചു. പിന്നെ ഞങ്ങൾ ഇങ്ങനെ കുറേ മീനൊക്കെ നോക്കി നിന്നു. മീൻ കാണുമ്പം ഒരു രസമാണല്ലോ. ഇപ്പോൾ രാജേഷനുണ്ടെങ്കിൽ അപ്പുറത്തേക്ക് എല്ലാ മീനും ട്രൈ ചെയ്യാമെന്ന് പറഞ്ഞ് വാങ്ങിക്കും കേട്ടോ.
അങ്ങനെയാണ്. പോംഫ്രെറ്റും ഉണ്ടായിരുന്നു, പക്ഷെ വാങ്ങിച്ചില്ല. അങ്ങനെ അവിടെ നിന്ന് മീനൊക്കെ വാങ്ങിച്ചു കഴിഞ്ഞ് അപ്പുറത്ത് പോയിട്ട് സൂപ്പർ മാർക്കറ്റിൽ നിന്ന് കുറച്ച് പരിപ്പ്, കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിക്കാനുണ്ടായിരുന്നു. അപ്പം അച്ഛനും അജ്ജും കൂടെ ആ സാധനമൊക്കെ വാങ്ങിച്ച സമയത്ത് ഞാൻ വെളിയിലിറങ്ങി കുറച്ച് ഫ്രൂട്ട്സ്, അതിൻ്റെ ഫ്രണ്ടിൽ തന്നെ ഒരു ഫ്രൂട്ട് കടയുണ്ട്, അവിടെ പോയി കുറച്ച് ഫ്രൂട്ട്സും വാങ്ങിച്ചു. അപ്പോൾ ഫ്രൂട്ട്സിനകത്ത് എനിക്ക് മാംഗോസ്റ്റിൻ ഭയങ്കര ഇഷ്ടമാണ്. പക്ഷേ ഇപ്രാവശ്യം വന്നിട്ട് അത് കിട്ടിയിട്ടേ ഇല്ല കേട്ടോ. അത് ഞാൻ എന്നും തപ്പും, എല്ലായിടത്തും പോകും, പക്ഷേ ഇതുവരെയും കിട്ടിയിട്ടില്ല. നമ്മുടെ അങ്ങോട്ടൊന്നും മാംഗോസ്റ്റിൻ ഇല്ല കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഞാൻ പിന്നെ വാങ്ങിച്ചത് ചൈനീസ് ഓറഞ്ച് എന്ന് പറഞ്ഞിട്ട് ഒരു ചെറിയ ഓറഞ്ചിൻ്റെ അത്, പിന്നെ നമ്മുടെ അവോക്കാഡോ, അത് പിന്നെ ബ്രെഡിൽ വല്ലതും പുരട്ടി കഴിക്കാമെന്ന് വെച്ചിട്ട്. പിന്നെ എന്തായിരുന്നു, ആപ്പിള്, ഇത്ര സാധനങ്ങളെ വാങ്ങിച്ചുള്ളൂ. പൈനാപ്പിൾ ഇല്ലായിരുന്നു. മാങ്ങാപ്പഴം ഞാൻ വാങ്ങിച്ചില്ല, ഇരിപ്പുണ്ടെന്ന് തോന്നുന്നു വീട്ടിൽ. അത് അച്ഛന് ഭയങ്കര ഇഷ്ടം, പക്ഷേ അച്ഛൻ ഷുഗർ ഉണ്ട്, അതുകൊണ്ട് എന്നാലും ഏതായാലും ഞാൻ മാങ്ങാപ്പഴം വാങ്ങിച്ചില്ല. ഇത്ര സാധനങ്ങൾ വാങ്ങിച്ചു. വേറെ എന്തോ ഒരു സാധനം കൂടെ വാങ്ങിച്ചു, പൈനാപ്പിളായിരുന്നു, ഓർക്കുന്നില്ല, അതവിടെ വെക്കുമ്പോൾ കാണിക്കാവേ. പിന്നെ ഇവൻ കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിച്ച് ഷോപ്പ് ചെയ്ത് അവിടെ നിന്ന് നമ്മൾ ഇറങ്ങി. അവിടെ നമ്മളെ ബസ് അത്രയും കാര്യങ്ങളുള്ളായിരുന്നു കേട്ടോ ചെയ്യാൻ. അങ്ങനെ അവിടെ നിന്ന് പിന്നെ കരിക്ക് നമുക്ക് റീസ്റ്റോർ, എപ്പോഴും ഞാൻ കരിക്ക് തീരാൻ സമ്മതിക്കത്തില്ല കേട്ടോ. പെട്ടെന്ന് എല്ലാ ദിവസവും കരിക്ക് കുടിക്കണം എന്നെൻ്റെ ഒരു, എന്ത് മഴയാണെങ്കിലും ഞാൻ കരിക്ക് കുടിക്കുകയും ചെയ്യും, കഴിക്കുകയും ചെയ്യും. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെ അവിടെ നിന്നാണ് നമ്മൾ കരിക്കൊക്കെ വാങ്ങിച്ച്. ഈ സ്ഥലത്തല്ല കഴിഞ്ഞ പ്രാവശ്യം ഞങ്ങൾ വന്നപ്പം അവർ കരിക്കില്ലായിരുന്നു, വരുമ്പോൾ വിളിക്കാമെന്ന് പറഞ്ഞിട്ട്. പക്ഷേ ഇന്നുണ്ടായിരുന്നു. അപ്പോൾ ഇന്ന് കരിക്കും വാങ്ങിച്ചു, ഈ സാധനങ്ങളും മീനും ഒക്കെ വാങ്ങിച്ചിട്ട് ഞങ്ങൾ തിരിച്ചു പോവാണ് കേട്ടോ. തിരിച്ചു പോയി ഞങ്ങൾ അവിടെ ചെന്ന്, അതായത് ഒരു 15 മിനിറ്റ് കൊണ്ട് വീട്ടിലെത്തിയപ്പോൾ ഞാൻ അമ്മയുടെ അടുത്ത് പറഞ്ഞു, അമ്മ അവിടെ മുഴുവൻ കാടാ, ചെമ്പരത്തിയല്ല, നമുക്ക് വെട്ടണം. ഞാൻ പോയിട്ട് വന്നപ്പോൾ തന്നെ അമ്മ അവിടെ എല്ലാം വെട്ടി തെളിച്ചിട്ടിട്ടുണ്ട്. അപ്പം നമ്മുടെ അവിടുത്തെ പൂച്ച, നമ്മുടെ അവിടുത്തെ അല്ല കേട്ടോ, അവൾ എപ്പോഴും വരുന്നത് ഭയങ്കര കരച്ചിൽ രാവിലെ പോലെ. അപ്പോൾ ഞങ്ങളിങ്ങനെ നോക്കുമായിരുന്നു എന്താണ്. അതിങ്ങനെ ഇവിടെ വന്ന് എപ്പോഴും ഇങ്ങനെ വന്നിട്ട് നിങ്ങൾക്കൊരു ദയ തോന്നും. മതി എൻ്റെ വേല എടുക്കും. മീനാക്ഷു ചെയ്യാൻ നിന്നോട് പറയൂല്ലേ, മീനാക്ഷി. പിന്നെ നോക്കട്ടെ വരുമോ, നിന്റെ അടുത്തോട്ട് വരുമോ നോക്കട്ടെ. കൈ വീഴണം അജു. മീനാക്ഷി ഗോ. വയ്യ കേട്ടോ. ചെല്ല്. ഓക്കെ, ബൈ. സി യു. ഓക്കെ. മീനാക്ഷി, ക്യാമറയുടെ നിരീക്ഷണത്തിലാണ് നീ. അങ്ങനെ മീനാക്ഷി എന്താണെന്ന് അറിയത്തില്ല, രാവിലെ മുതൽ ഇങ്ങനെ കരഞ്ഞുകൊണ്ട് നടക്കുന്നുണ്ട്. നമ്മുടെ മോള് വന്നപ്പോൾ മോളുടെ പൂച്ചയാണ് കേട്ടോ, അവൾക്കാണ് ഇതിനെ ഭയങ്കര ഇഷ്ടം. അങ്ങനെ ഞാൻ വന്ന് അടുക്കള നോക്കിയപ്പോൾ അമ്മ കുക്കിങ്ങൊക്കെ കഴിഞ്ഞു. അല്ല, ഇന്ന് ഞങ്ങൾ വേറൊരു ദിവസമാണ്. അപ്പോൾ ഇന്ന് ഞങ്ങൾ അവിടെ പോവാണ്, കൊച്ചിൻ്റെ അവിടെയാണ് ഞങ്ങളുടെ ലഞ്ച്. അപ്പോൾ പോകാനായിട്ട് ഒരുങ്ങാണ്. ഇങ്ങനെ വെക്കുവാണോ? അപ്പോൾ ഞാൻ ആ വീട്ടിലിരിക്കുന്ന ചേച്ചിയെ കളിയാക്കുമായിരുന്നു. എന്നാലും വലിയ സുന്ദരിയായിട്ട് എവിടെയോ പോകുന്നുണ്ടല്ലോ എന്നൊക്കെ പറഞ്ഞ് അതിനെ ചിരിക്കുകയായിരുന്നു. അപ്പോൾ ഞാനന്ന് കൊണ്ടുവന്ന ആ ഫ്രൂട്ട്സ് ഉണ്ടോ, നമ്മുടെ 2 അവക്കാഡോ, പിന്നെന്തായിരുന്നു ആപ്പിള്. അപ്പോൾ ഇതെല്ലാം നമ്മളിങ്ങനെ അവിടെ നിരത്തി, അവിടെ ഈ വലിയ ട്രേക്കകത്ത് തന്നെ ഞാൻ ഇട്ട് വെച്ചേക്കും കേട്ടോ. അപ്പോൾ തീരുമ്പം എനിക്ക് മനസ്സിലാവുമല്ലോ. ഇവിടെ അമ്മയൊക്കെ ഫ്രൂട്ട്സ് കഴിപ്പൊക്കെ കുറവാണ് കേട്ടോ, പഴമൊക്കെ കഴിച്ചെങ്കിലായി. ചിലപ്പോൾ ഓറഞ്ചൊക്കെ കഴിക്കുമായിരിക്കും. അങ്ങനെ അന്ന് ഞാൻ നെല്ലിക്കയും വാങ്ങിച്ചായിരുന്നു കേട്ടോ. നെല്ലിക്കയും ഉപ്പിലിടാമെന്ന് വെച്ചിട്ട് കുറച്ച് നെല്ലിക്കയും വാങ്ങിച്ചു. അങ്ങനെ ഞങ്ങൾ കരിക്ക് വെട്ടാം. അപ്പോൾ കരിക്ക് ഇതാണ് കേട്ടോ കിട്ടിയത്, ഇതുപോലത്തെ കുറച്ച് കരിക്ക്. അപ്പോൾ ഇത് വെട്ടാന്ന് പറഞ്ഞിട്ട് ഇറങ്ങിയത്. നോക്കുവായിരുന്നെങ്കിൽ കിട്ടിയേനെ, കായ്ച്ചേനെ. ഇതിനകത്ത് അത്ര ഇല്ല കരിക്ക്. കൊറോണ വന്നപ്പോൾ ഇത് കുടിക്കുന്നതല്ലാന്ന് അന്ന് തൊട്ടേ കാൺപൂരൊക്കെ ഇത് വരണം. ഇപ്പോഴല്ല, അന്നേ കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോഴേ. ഞാനേ ഒരു കാര്യം ചെയ്യാവേ, ഒരു കപ്പ് തരാം, അതിനകത്ത് മറിഞ്ഞതിനകത്തോട്ടെ വെച്ചു. അതിനകത്തോട്ടം കണ്ട വരും. വന്നു അനീര. ഉള്ളു
വെള്ളം നിറച്ചു വേണ്ടേ? അതാ പറഞ്ഞ ഗ്ലാസ് മാറേണ്ടി വരുമോ? അവിടെ നിക്ക് പോവല്ലേ? അല്ല അയ്യോ ഇല്ല, കേട്ടോ ഇപ്രാവശ്യം കുറവാ. അറിയുന്നേ അയ്യോ ഇത് ഒത്തിട്ടും ഇല്ല കേട്ടോ, അതിനകത്ത് ഇത് നല്ലതായിരിക്കും. അത് നല്ല തിന്ന. അതിന്റെ കൂട്ടത്തിൽ ഒന്നും വേണ്ട, ഒന്നും വേണ്ട. കഴിച്ചോളുവിൻ, എന്നാ കഴിച്ചോളുവിൻ. ഇനി വെട്ടണം ഒരെണ്ണം കൂടെ വിട്ടേട്ടെ. എന്നാണോ ഒരെണ്ണം എന്നും എന്നെടുത്ത ഡോക്ടർ കഴിക്കാൻ പറഞ്ഞു ഒരെണ്ണേ. ആണോ? അതുകൊണ്ടാണ് ഒരെണ്ണ കൊച്ചിനെ പൊട്ടിച്ച് കൊടുക്കായിരുന്നു. ഇല്ല കഴിക്കത്തില്ല. അയ്യോ അതെ സ്പെഷ്യൽ സ്പെഷ്യൽ. കൊച്ചുമ്മയുടെ വെജിറ്റേറിയൻ എന്നാ ഞാൻ ഇതാണ് ബട്ടർ ചിക്കൻ ആണ്. ചിക്കൻ നോർമൽ ചിക്കൻ കറി, ദാൾ ചിക്കൻ ഫ്രൈ. നമ്മ ഒരു ഫ്രൈ കൊടുക്കാം അവന്. ഫ്രൈ എടുത്തു അതും ഫ്രൈ. അതിന്റെ പ്ലേറ്റിന്റെ എടുത്തു. അവന് ഫ്രൈ കൊടുത്തു. ഈ സാധനം എങ്ങനെയാണെന്ന് പറ. ഇത് കുടിച്ചാ കുടിച്ച കൊള്ളത്തില്ലെന്നോ മറ്റേ എല്ലാവോ? ഇതിന്റെ ഒച്ചയാണ് ഇതിന്റെ ഹൈലൈറ്റ് അല്ലേ? അങ്ങനെ ഉച്ചയായപ്പോൾ നമ്മൾ തറവാട്ടിലെത്തി. അവിടെ കൊച്ചമ്മ എന്താ പറയുന്നത്, നോൺ വെജ് ഒന്നും കഴിക്കുന്നില്ല. കൊച്ചമ്മ ശബരിമലയ്ക്ക് പോകണമെന്നുള്ളത്. എന്നിട്ടും പാവം കൊച്ചമ്മ ബീഫ് ഒക്കെ ഉണ്ടാക്കി. ചിക്കൻ വാങ്ങിച്ചു, ചിക്കൻ ഫ്രൈ വാങ്ങിച്ചു. പൊറോട്ടയും ചിക്കനും ഉള്ള അജുവിന് ഇഷ്ടമുള്ളത്. അതുകൊണ്ട് നാട്ടിൽ വന്ന അജുവിൻ്റെ ഫേവറേറ്റ് ഫുഡാണ് പൊറോട്ടയും ചിക്കനും. പിന്നെ കൊച്ചമ്മ കുറേ അവിയലും, കൊച്ചമ്മയുടെ കുക്കിംഗ് ഭയങ്കര അടിപൊളിയാണ്. അപ്പോൾ അവിയൽ എന്താ പുളിശ്ശേരിയൊക്കെ കണ്ടല്ലോ, അതൊക്കെ ഞാൻ അങ്ങ് എടുത്തു. അപ്പോൾ കൊച്ചൻ എവിടുന്നോ നമ്മുടെ മധുരക്കള്ള് വെച്ചിട്ടുണ്ടായിരുന്നു. അത് അപ്പോൾ ഞങ്ങൾ പറഞ്ഞു അന്ന് അപ്പം ഉണ്ടാക്കാൻ തരണം എന്ന് പറഞ്ഞപ്പോൾ കൊച്ചൻ പറയാം ഇത് അപ്പം ഉണ്ടാക്കാൻ പറ്റത്തില്ല, ഇത് കുടിക്കാൻ മാത്രമേ പറ്റത്തുള്ളൂ എന്നൊക്കെ പറയായിരുന്നു. അങ്ങനെ എല്ലാവരും കൂടി ഇരുന്ന് നല്ല ഒത്തിരി നേരം സംസാരിച്ച് കുറേ നല്ലതായിട്ട് ഭക്ഷണം കഴിച്ചു കേട്ടോ. ഞാൻ പറഞ്ഞില്ലേ ഇന്നത്തെ ഡയറ്റൊക്കെ എൻ്റെ കുളമായതാണ്. അങ്ങനെ എന്നിട്ട് ഞാൻ പുറത്തോട്ട് ഇറങ്ങിയതാണ് നമ്മുടെ പറമ്പിൽ. ഇത് ഒടിച്ചു കുത്തി നാരങ്ങ എന്ന് പറഞ്ഞ് ഇഷ്ടം പോലെ നാരങ്ങ കണ്ടിട്ടുണ്ട്. അതിൽ നാരങ്ങ വെള്ളം പിഴിയാനായിട്ട് നല്ലതാണ്, അച്ചാറിടാനല്ല, നാരങ്ങ വെള്ളം പിഴിയായിട്ട്. അപ്പോൾ നമ്മൾ കൊച്ചായിരിക്കുമ്പോഴൊക്കെ നമ്മളിങ്ങനെ എപ്പോഴും ഇവിടെ വരുന്നതല്ലേ, തറവാടാണിത്. അപ്പോൾ ഞാനിങ്ങനെ പറമ്പിൽ കൂടെ നമ്മൾ പക്ഷെ ഇപ്പം കുറച്ച് അതിരൊക്കെ ഇങ്ങനെ മാറ്റി വീടൊക്കെ ഇച്ചിരി മാറ്റി പണിതിട്ടുണ്ട്. അപ്പോൾ എനിക്ക് പറമ്പ് എന്നാലും നമ്മൾ ഇങ്ങനെ ഇതിലെ കൂടെ എല്ലാം ഇങ്ങനെ നടന്നതല്ലേ. അപ്പോൾ എനിക്ക് ഓർമ്മയുണ്ട് നമ്മളിങ്ങനെ കപ്പ അന്നിവിടെ കപ്പ ഇങ്ങനെ ഇടുമ്പോൾ കപ്പയുടെ തണ്ടൊടിച്ചിട്ട് മാല ഉണ്ടാക്കുന്നതും അങ്ങനെ കുറേ ഞങ്ങളുടെ അടുത്തൊക്കെ കുറേ ഫ്രണ്ട്സും കസിൻസും ഞങ്ങളിങ്ങനെ അവിടെ ഒരു എല്ലാവരുടെയും വീട് അവിടെയാണ്. തറവാടിൽ കൊച്ചൻ, അതിൻ്റെ താഴെ അച്ഛൻ്റെ സിസ്റ്റർ ചിറ്റ, ഇപ്പം ചിറ്റയുടെ മോള്, പിന്നെ അതിൻ്റെ താഴെ ചിറ്റയുടെ പഴയ വീട് അവിടെയാണ് ചിറ്റയുടെ മോൻ താമസിക്കുന്നത്. അപ്പോൾ മോനിപ്പം 6 മാസം മുമ്പ് മരിച്ചുപോയി. കഴിഞ്ഞ പ്രാവശ്യം ഞാൻ നാട്ടിൽ വന്ന സമയത്തായിരുന്നു മരിച്ചുപോയി. അപ്പോൾ അവിടെ അതൊരു തറവാട്, അത് മച്ചും അങ്ങനെയൊക്കെ ഉള്ള വീടാട്ടോ. അപ്പോൾ അങ്ങനെ അവിടെ മുഴുവൻ നമ്മുടെ കുടുംബക്കാരാണ്. അപ്പോൾ നല്ല രസം. ഞാനിങ്ങനെ പറമ്പിൽ കൂടെ ഒക്കെ നടക്കാം. പണ്ട് കൊച്ചമ്മയ്ക്ക് നല്ല കൃഷിയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ഇപ്പോൾ കുറവാണ്, കൊച്ചമ്മയ്ക്ക് വയ്യ. അതുകൊണ്ട് കൊച്ചമ്മ ആരും ഇല്ലല്ലോ, ഒന്നും ചെയ്യാറില്ലെന്ന് തോന്നുന്നു. അല്ലെങ്കിൽ നല്ലതായിട്ട് ഒത്തിരി കൃഷിയൊക്കെ ഉള്ളതായിരുന്നു. അങ്ങനെ എന്നാലും കപ്പയും ചേനയും ചേമ്പും അതൊക്കെ ഉണ്ട് കേട്ടോ. അങ്ങനത്തെ ബാക്കി ചെറിയ കൊച്ചമ്മയുടെ സ്വന്തമായിട്ട് ചെയ്യുന്ന പച്ചക്കറികളൊക്കെ കുറവാണെന്ന് തോന്നുന്നു. ചീരയും ഒന്നും കണ്ടില്ല ഇപ്രാവശ്യം, അല്ലെങ്കിൽ ചീരയൊക്കെ ഇഷ്ടം പോലെ കണ്ടാണ്. അപ്പോൾ ഇങ്ങനെയാണ് കേട്ടോ നമ്മളിങ്ങനെ താഴോട്ട് ഇറങ്ങി വരുന്നത്. തറവാട് ഇത് കഴിഞ്ഞിട്ട് ഇപ്പോൾ ഈ കാണുന്നത് ചിറ്റയുടെ മോള് ചിറ്റ താമസിക്കുന്ന വീട്. താഴെയാണ് ചിറ്റ താമസിച്ചുകൊണ്ടിരുന്നത്, അതായത് ചിറ്റയുടെ മോൻ താമസിച്ചുകൊണ്ടിരുന്ന വീട്.
അപ്പോൾ ഞാനിങ്ങനെ പതുക്കെ അവിടെയൊക്കെ ഒന്ന് ഇറങ്ങിപ്പോയി. ആ ചേച്ചിയൊക്കെ എന്നിട്ട് ചേച്ചി മാത്രമേ ഉള്ളൂ കേട്ടോ, ചേട്ടൻ മരിച്ചുപോയി. അപ്പോൾ അത് ആ വീട്ടിലെന്ന് പറഞ്ഞാൽ ഇതാണ് ചിറ്റ താമസിച്ച വീട്. ഇത് മറ്റേത് ചിറ്റയുടെ മോളുടെ വീടാണ്. അപ്പോൾ ഇവിടെ എന്താ പറയുന്നത്, ഞാൻ പറഞ്ഞ മച്ചൊക്കെ ഉണ്ട്, ഭയങ്കര ശുദ്ധം അങ്ങനത്തെയൊക്കെ ഉള്ളൊരു തറവാടാണ്. അപ്പോൾ മുല്ല ഇങ്ങനെ കയറ്റി വിട്ടേക്കുക. അപ്പോൾ അങ്ങനെ പഴയ വീട്. അതിൻ്റെ അങ്ങോട്ട് താഴോട്ട് ഇറങ്ങിപ്പോയാൽ കണ്ടമൊക്കെ ഉണ്ട് കേട്ടോ. പക്ഷേ ഇപ്പോൾ എല്ലാം കാട് കയറി കിടക്കുന്നതാണ്, എനിക്ക് പോകാൻ പേടിയാണ്. കണ്ടം, തോട് അതൊക്കെ ഉണ്ട്. ആരെങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ പോകാം. ഞാൻ നോക്കട്ടെ, പോകുന്നതിന് മുമ്പ് ഞാൻ പോകാൻ പറ്റുവാണെങ്കിൽ അവിടെയൊക്കെ പോയിട്ട് ആ വീഡിയോ എടുക്കട്ടെ. പക്ഷേ എല്ലാവരും വഴക്ക് പറയും, വേണ്ട പോകണ്ടെന്ന് പറയും. അപ്പോൾ ഈ ചേട്ടൻ നന്നായിട്ട് ആർട്ടിസ്റ്റായിരുന്നേ, അപ്പോൾ രൂപം ആർട്സ് എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അവിടെ പിള്ളേരെ പഠിപ്പിക്കുന്നതൊക്കെ ഉണ്ട്, മ്യൂറൽ ആർട്സൊക്കെ ചെയ്യും. അപ്പോൾ ഈ ചേട്ടൻ ചെയ്ത് വെച്ചിരിക്കുന്ന പെയിൻറ്റിങ്സാണ് ഇതൊക്കെ. പൂജാമുറിയിൽ ഇങ്ങനെ ചെയ്ത് വെച്ചിരിക്കുന്ന പെയിൻറ്റിങ്സാണ്. എനിക്ക് അവിടെ ചെന്നിട്ട് കുറേ നേരം നിൽക്കാനും തോന്നുന്നില്ല കേട്ടോ, ഒരു വിഷമം. കുറച്ച് നേരം ചേച്ചിയോടൊക്കെ സംസാരിച്ചിട്ട് ഞാനിങ്ങനെ തിരിച്ചുകൊണ്ട് മുറ്റത്ത് ഇങ്ങനെ ഇറങ്ങിയിട്ട് പിന്നെ നമ്മളിങ്ങനെ മുകളിലോട്ട് കയറുമ്പം അതുപോലെ തന്നെ ചിറ്റയുടെ മോളുടെ വീട്, അത് കഴിഞ്ഞ് തറവാട്, അത് കഴിഞ്ഞ് പിന്നെ നമ്മൾ കുറച്ച് ദൂരം കഴിഞ്ഞിട്ടാണ് നമ്മളുടെ വീട്. അങ്ങനെയാണ് കേട്ടോ ഈ ഒരു കുറേ വീടുകൾ ഒരുമിച്ച്. അപ്പോൾ നമുക്ക് ഇവിടെ വന്നാൽ സമയം പോകാനൊന്നും ഒരുപാടില്ല, എല്ലാവരും ഉണ്ടെങ്കിലൊക്കെ. ഇവിടെ ചേച്ചിമാരൊക്കെ ഉണ്ട് കേട്ടോ, ഞങ്ങൾ സംസാരിച്ച് കുറേ നേരം ഇരുന്നു. അതായത് ചിറ്റയുടെ മക്കൾ 2 പേരും ഉണ്ടായിരുന്നു ചേച്ചിമാർ. അവരോടൊക്കെ സംസാരിച്ചിരുന്നു. വീഡിയോയ്ക്ക് എത്തുന്ന ഒരു വരത്തില്ല കേട്ടോ. അങ്ങനെ സംസാരിച്ചൊക്കെ ഇരുന്നു. പിന്നെ കൊച്ചൻ്റെ മോനും കൊച്ചമ്മയും കൊച്ചനും ഒക്കെ ഉണ്ടായിരുന്നു. കൊച്ചൻ്റെ ഇളയ മോനാണ് നമ്മളന്ന് ഗ്രില്ല് ചെയ്യാൻ പോയില്ലേ, അവിടെ പോയി ആ വീട്, അത് കുറച്ചിങ്ങോട്ട് ദൂരം. അങ്ങനെ നമ്മുടെ ഈ ഒരു ഗ്രാമം ഞാനീ വരുന്ന സ്ഥലം നമ്മുടെ എല്ലാവരും ഉണ്ട്, കസിൻസ്. പിന്നെ ഉണ്ട് അച്ഛൻ്റെ ചേട്ടൻ്റെ വേറൊരു മോനുണ്ട്, അവിടെയൊക്കെ പോകണം. അങ്ങനെ എല്ലായിടത്തും നടന്ന് ഇന്ന് ഫുഡും കഴിച്ച് ഇങ്ങനെ അടിച്ചു പൊളിച്ച് നല്ല ദിവസമായിരുന്നു, നല്ല റിലാക്സേഷനായിരുന്നു. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ ലക്ഷ്മി.